ജൂൺ 26 മാർക്കറ്റ് ഔട്ട്ലുക്കിന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 25 നല്ല ഒരു ഡേ ആയിരുന്നു. കാരണം മാർക്കറ്റ് 25,200 നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞതാണ്. 24,500നും 25,200 മാർക്കറ്റ് ഒരു ടൈം കറക്ഷനിൽ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു 25,200 നിഫ്റ്റിക്ക് ക്ലോസ് ഒരു ഡേ ക്ലോസിംഗ് കൊണ്ടുവരാൻ സാധിച്ചു. അത് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ 25,244 200 എന്ന് പറഞ്ഞ റേഞ്ച് ക്രോസ് ചെയ്ത് നിഫ്റ്റി നിൽക്കുന്നു. അതായത് 25,244 ഏകദേശം ഒരു 0.80 അതായത് 200 പോയിന്റിന്റെ ഒരു ചേഞ്ച് നിഫ്റ്റിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. വളരെ വലിയൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ടൈം കറക്ഷൻ ഫേസ്. 25,000 വരുന്നു, തിരിച്ച് താഴോട്ട് പോകുന്നു 24,750, പിന്നെ തിരിച്ച് 25,000 വരുന്നു. അവിടെ നല്ല മാർക്കറ്റ് മെല്ലെ മെല്ലെ തിരിച്ചു കയറി. ആ ഒരു യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പോലും മാർക്കറ്റ് അതിന്റെ ഒരു റെസിലിയൻസ് കാണിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിരുന്നു. അവിടുത്തെ മാർക്കറ്റിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചു വരവ്, വളരെ മെല്ലെ ആണെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി ആ മാർക്കറ്റിന് കീപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇനി ഫണ്ടമെന്റൽ സപ്പോർട്ട് കൂടിയാണ് മാർക്കറ്റിന് വേണ്ടത്. ഇപ്പൊ ഗ്ലോബൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഈ സീസ് ഫെയർ എല്ലാം വന്നതിന് ശേഷം കുറച്ചുകൂടി ഫേവറബിൾ ആണ്. ഇനി ഫണ്ടമെന്റൽ, അതായത് വരാനിരിക്കുന്ന ക്വാർട്ടർലി റിസൾട്ട് കൂടി നന്നായി കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വിക്സ് അതിന്റെ ഒരു നോർമലൈസ്ഡ് വാല്യൂലോട്ട് വന്നിട്ടുണ്ട് 12.96. പക്ഷെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് നിൽക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രീഡി സോണിലാണ്. മാർക്കറ്റ് ഏതെല്ലാം സമയങ്ങളിൽ ഗ്രീഡ് സോണിലോ എക്സ്ട്രീം ഗ്രീഡ് സോണിലോ പോകുന്നു, ആ സമയത്ത് നമ്മൾ കുറച്ച് കോഷ്യസ് ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡിഫൻസ് സ്പേസിൽ ഇന്നും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ടുള്ള കാര്യം യുദ്ധത്തിന്റെ കാര്യങ്ങൾ അവസാനിച്ചു, സെന്റിമെന്റ്സ് നെഗറ്റീവ് ആണ്. അതുകൂടാതെ ഡിഫൻസിലുള്ള പല സ്റ്റോക്കുകളുടെയും വാല്യുവേഷൻസ് ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ HAL, അതേപോലെ GRSC തുടങ്ങിയ സ്റ്റോക്സുകളെല്ലാം തന്നെ ഹൈ വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ വാല്യുവേഷൻ ഒരു ജസ്റ്റിഫയബിൾ അല്ലാത്ത നിലയിൽ നിന്ന് ഓഫ് കോഴ്സ് അതിന് കറക്ഷൻ അവിടെ വരാനുള്ള ചാൻസസ് അധികമാണ്. സോ ഇതിലുള്ള ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നവര്, അതേപോലെ തന്നെ സ്റ്റോക്സുകളെല്ലാം ഹോൾഡ് ചെയ്യുന്നവര് പ്രത്യേകമായിട്ടും വാച്ച് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം തുറന്നുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യാം. നാസ്ഡാക്ക് 61 പോയിന്റ് അപ്സൈഡിലാണ് നിൽക്കുന്നത്. സോ ഗ്ലോബൽ മാർക്കറ്റ് ഓവറോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ്. എവിടെയും വലിയ ഒരു ഡിപ്പ് യൂറോപ്യൻ മാർക്കറ്റും നോക്കിയാലും US മാർക്കറ്റ് നോക്കിയാലും ഇല്ല എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് മാർക്കറ്റിന്റെ സെക്ടർ വൈസ് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഇന്ന് സെക്ടർ വൈസ് നോക്കി ഉണ്ടെങ്കിൽ IT സെക്ടർ ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ. IT കുറെ കാലത്തെ ഒരു വലിയൊരു കറക്ഷന് ശേഷം IT സെക്ടർ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നത് ഒരു ബെറ്റർ ആണ്. IT സെക്ടർ കഴിഞ്ഞ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോ സെക്ടർ ആയിരുന്നു. ഓട്ടോ സെക്ടർ ഇപ്പോഴും ആ ഒരു ഫുൾ മൊമെന്റത്തിലോട്ട് എത്തിയിട്ടില്ല. സ്റ്റിൽ ഓട്ടോന്റെ സെയിൽസും കാര്യങ്ങളെല്ലാം വിചാരിച്ച അത്ര മാർക്കറ്റിന് ഫേവറബിൾ അല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഓട്ടോ സെക്ടർ സ്റ്റിൽ അണ്ടർ പ്രഷറിലാണ്. അതുകൊണ്ട് ഓട്ടോമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് KPIT ടെക്നോളജി, അത് ഇന്നും ആ KPIT ടെക്നോളജിയിൽ ഒരു നെഗറ്റീവ് മൂഡാണ് കണ്ടത്. സോ ഓട്ടോ സെക്ടറുമായിട്ട് എക്സെപ്റ്റ് ഒരു ഹ്യൂണ്ടായി ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സ്റ്റോക്സുകളെല്ലാം തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കാണുന്നുണ്ട്. എന്നാൽ സ്റ്റോക്സിൽ ഏറ്റവും കൂടുതൽ ഡിപ്പുകൾ വന്നത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഡിഫൻസ് ആണ്. ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഡിഫൻസ് ഈസ് അണ്ടർ പ്രഷർ. വാല്യുവേഷൻ കറക്ഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആകുന്നത്. പിന്നെ കമ്മോഡിറ്റി സെഗ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ വളരെ നന്നായിട്ട് മേലോട്ട് പോയിരുന്ന ഒരു സംഭവമാണ്. സോ സിൽവർ താഴോട്ട് അതിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. ഒരുപാട് പേര് സിൽവറിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, കാരണം നല്ല രീതിയിലുള്ള സ്വിംഗ് കിട്ടുന്ന സ്റ്റോക്സ് ആണ്. സോ സ്വിംഗ് ട്രേഡ് പൊതുവായിട്ട് ചെയ്യുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു കമ്മോഡിറ്റിയിലുള്ള ഒരു സെഗ്മെന്റ് ആണ് സിൽവർ എന്ന് പറയുന്നത്. നല്ലപോലെ പഠിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ കിർലോസ്കർ, നെറ്റ്വർക്ക് 18 എല്ലാം തന്നെ ഒരു 15% മുകളിലുള്ള ഒരു അപ്സൈഡ് കാണിച്ചു.
എന്നാൽ നമുക്ക് ലോസസിൽ പോയി കഴിഞ്ഞാൽ ഇന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പോലെ തന്നെ GRSന്റെ ഒരു ഫാള്, എസ്പെഷ്യലി ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഫൻസ് സെഗ്മെന്റ് തന്നെയാണ് ഇന്നും ഒരു ഫാൾ കണ്ടീഷൻസിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. MCX ഇന്ത്യ ഇന്ന് ഒരു 5.43, അതായത് മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് ഹാൻഡിൽ ചെയ്യുന്ന പോർഷനാണ് MCX ഇന്ത്യ 8662. ഒരു നല്ല മൂവ്മെന്റ് ആയിരുന്നു ആ സ്റ്റോക്സുകൾ ഓവറോൾ ഉണ്ടായിരുന്നത്. ഹ്യൂണ്ടായി ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നലെയും ഹ്യൂണ്ടായിന്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ടച്ച് താഴ്ത്തു വന്നിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല വാല്യൂവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ന് ഹ്യൂണ്ടായി ഏകദേശം 2.5% അടുത്ത് ഒരു മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടുള്ള അടുത്ത വാർത്തകളിലോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ FIS DISന്റെ സെല്ലിംഗ്, FIS ഏകദേശം 2427 കോടിക്ക് സെല് ചെയ്തപ്പോൾ DIS ഓൾമോസ്റ്റ് 2372 കോടിക്ക് ബൈ ചെയ്തു. നമ്മൾ ഓവറോൾ ഇപ്പൊ കുറച്ച് ദിവസത്തെ ഡാറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ FISന്റെ ബൈയിങ് കോൺസ്റ്റന്റ് അല്ല. അതായത് ചില ദിവസങ്ങളിൽ ബൈ ചെയ്യുന്നു, ചില ദിവസങ്ങളിൽ സെല് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇംബാലൻസ് മാർക്കറ്റിൽ നിൽക്കുന്നത്. ചില സമയത്ത് അപ്സൈഡ്, ചില സമയത്ത് ഡൗൺ സൈഡ്. ദാറ്റ് ഇസ് സംതിങ് കാൾഡ് കൺസോളിഡേഷൻ, ഇല്ലെങ്കിൽ ഒരു ടൈം കറക്ഷൻസ് പോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഫുൾ സിക്കിലോട്ട് FIS ആയാലും DIS ആയാലും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 27 പോയിന്റ്, അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള ചാൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. പക്ഷെ മാർക്കറ്റ് ഓവറോൾ ഒരു ഗുഡ് മൂഡിലാണ് നിൽക്കുന്നത്. സോ നല്ല പൊസിഷൻസ്, നല്ല പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ, എസ്പെഷ്യലി ഡയറക്ട് സ്റ്റോക്സിൽ ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മ്യൂച്വൽ ഫണ്ടിലുള്ളവർക്ക് നോ വറീസ്, പ്രത്യേകിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. SIPs കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴും നല്ല ഒരു ഡീസന്റ് എമൗണ്ട് എങ്കിലും, ടോട്ടൽ ക്യാപിറ്റലിന്റെ ഒരു 20% എമൗണ്ട് എങ്കിലും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കുക. അത് പ്രത്യേകമായിട്ടുള്ള ബാങ്ക് FDനേക്കാളും ഒക്കെ റിട്ടേൺ തരുന്ന ഓപ്ഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ റിസർവ് ഫണ്ടുകൾ, അതായത് നിങ്ങളുടെ എമർജൻസി ഫണ്ടുകൾ, അതേപോലെ മാർക്കറ്റ് ഡിപ്പിൽ ഉപയോഗിക്കാൻ വെക്കുന്ന ഫണ്ടുകളെല്ലാം തന്നെ ബാങ്ക് FDനേക്കാളും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഇൻസ്ട്രുമെന്റുകളിൽ നമ്മൾ ആ ഫണ്ടുകളെ കീപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാങ്കിലേക്കാളും കിട്ടുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. ഓക്കെ, അത്രയാണ് ഇന്നത്തെ ഉള്ളത്. ഇനിയിപ്പോൾ 25,200 തൽക്കാലം ഇന്നൊരു ഡേ ക്ലോസിംഗ് കൊണ്ടുവന്നുകൊണ്ട് 25,000 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണാം. 25,200 ഒരു സപ്പോർട്ടാണ്, ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഓക്കെ, 25,200 സപ്പോർട്ടാണ്. ഇവിടുന്ന് മാർക്കറ്റ് നല്ല മൊമെന്റത്തോടെ മുന്നോട്ട് പോട്ടെ. പ്രത്യേകിച്ച് ഗ്ലോബലിലെ ഒരു നെഗറ്റീവ് ന്യൂസുകളോ പ്രത്യേകിച്ച് ട്രംപിന്റെ സൈഡിൽ ന്യൂസുകളൊന്നുമില്ല. എന്നാൽ ട്രംപിന്റെ സൈഡിൽ ന്യൂസ് വരുമ്പോഴാണ് മാർക്കറ്റ് വളരെ നന്നായിട്ട് വോളറ്റൈൽ ആകുന്നത്. നമുക്ക് നോക്കാം വരും നാളത്തെ, ഇനി ഈ ജൂൺ മാസത്തിൽ 2 ട്രേഡിംഗ് സെഷൻസ് ആണ് ഉള്ളത്, നാളെയും മറ്റന്നാളും. നാളെ മീൻസ് ഞാൻ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ നാളെ എന്ന് പറയുന്നത്. അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. ഓക്കെ, അപ്പോൾ ആ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴ്ചത്തെ മാർക്കറ്റിങ്ങിനെ ബിഹേവ് നോക്കാം. പ്രത്യേകിച്ച് ഗ്ലോബലായിട്ട് ഒരു ട്രിഗേഴ്സ് ഒന്നും ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു മൂഡ് തന്നെ വരും. പക്ഷെ ശ്രദ്ധിക്കുക, ഏത് സമയം ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സോ പ്രോപ്പറായിട്ട് മണി മാനേജ്മെന്റ് ചെയ്യുക. ട്രേഡ് ചെയ്യുന്നവർ അതിൻ്റെതായ കോഷ്യസ് എടുത്തുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഇൻവെസ്റ്റേഴ്സും അവരുടേതായ രീതിയിലുള്ള കോഷ്യസ് എടുക്കുക. എസ്പെഷ്യലി പോർട്ട്ഫോളിയോസ് എല്ലാം റീബാലൻസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ടൈമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മാർക്കറ്റ് ഒരു വളരെ വലിയ ഡിപ്പിലോട്ട് പോയി തിരിച്ച് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നു. അപ്പം നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നല്ലൊരു റീബാലൻസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ടൈമായിട്ട് തോന്നുന്നു. ഓക്കെ, സോ കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നല്ല ഡിസിഷൻ എടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറും കോൺടാക്ട്സും കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിൽ അക്കൗണ്ട്സ് എടുക്കുന്നവർക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നവരാണ്. അവരുടെ പോർട്ട്ഫോളിയോയുടെ റിവ്യൂസ്, അതേപോലെ അതിൻ്റെ റീബാലൻസിങ്, മറ്റു വിഷയങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണ്ട ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തതിന് ശേഷം ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കാം, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് നല്ലൊരു മാർക്കറ്റ് ദിവസം 26-ാം തീയതി ആവട്ടെ. ഈ ജൂൺ സീരീസിലെ അവസാനത്തെ 2 ട്രേഡിംഗ് സെഷൻ നല്ല ദിവസങ്ങളായി മാറട്ടെ. മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റ് എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.